നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാകിസ്ഥാൻ അതിർത്തിക്കുള്ളിൽ ഇറാൻ നടത്തിയ വ്യോമാക്രമണം ആ രണ്ട് രാജ്യങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമാണെന്ന നിലപാടുമായി ഇന്ത്യ. പ്രതിരോധത്തിന്റെ ഭാഗമായി ഓരോ രാജ്യങ്ങളും സ്വീകരിക്കുന്ന നടപടികൾ മനസ്സിലാകാവുന്നതേ ഉള്ളൂ എന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. ഭീകരവാദത്തോട് യാതൊരുവിധ സന്ധിയുമില്ല എന്ന നിലപാട് അധികൃതർ ആവർത്തിച്ചു. ഇത് ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭീകരവാദത്തോട് യാതൊരു സന്ധിയുമില്ല എന്നതാണ് നിലപാട്. സ്വയം രക്ഷയ്ക്കും പ്രതിരോധത്തിനുമായി രാജ്യങ്ങൾ സ്വീകരിക്കുന്ന നടപടികൾ ഇന്ത്യ മനസ്സിലാക്കുന്നു. വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ഇറാഖിലും പാകിസ്ഥാനും ഇറാൻ നടത്തിയ കടന്നാക്രമണങ്ങൾ മേഖലയിൽ പുതിയ സംഘർഷത്തിന് തിരികൊളുത്തിയ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ ഈ പ്രതികരണം. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഭീകര സംഘടനയുടെ രണ്ട് താവളങ്ങളിലാണ് ചൊവ്വാഴ്ച ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയത്. തിങ്കളാഴ്ച വൈകിട്ട് വടക്കൻ ഇറാഖിലെ കുർദിസ്ഥാൻ നഗരമായ ഇർബിലിലും വടക്കൻ സിറിയയിലെ IS താവളങ്ങളിലും ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ആക്രമണത്തിൽ പ്രതിഷേധിച്ച ഈ കുർദിഷ് പ്രധാനമന്ത്രി മസൂർ ബർസാനി ഇറാഖ് വിദേശകാര്യ മന്ത്രാലയവുമായുള്ള കൂടിക്കാഴ്ച റദ്ദാക്കി. സ്വിറ്റ്സർലാൻഡിലെ ദേവോസിൽ നടക്കുന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിൽ ഇന്നലെയാണ് കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നത്. ഇറാഖിലെ അർദ്ധ സ്വയംഭരണ മേഖലയാണ് കുർദിസ്ഥാൻ. കുർദ് തലസ്ഥാന നഗരമായ ഇർബിലിൽ ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദിന്റെ ആസ്ഥാനമാണ് ബോംബിട്ട് തകർത്തതെന്നാണ് ഇറാന്റെ വാദം. മിസൈൽ ആക്രമണത്തിൽ പ്രമുഖ കുർദിഷ് വ്യവസായി പേഷ്രോ ദിസായിയും അദ്ദേഹത്തിന്റെ കൈക്കുഞ്ഞുമടക്കം 4 പേരാണ് കൊല്ലപ്പെട്ടത്. കുർദുകൾ പരമ്പരാഗതമായി പാശ്ചാത്യ ശക്തികൾക്കൊപ്പമാണ് ഉള്ളത്. 2003 സദാം ഹുസൈൻ അധികാരഭ്രഷ്ടനായ ശേഷം ശക്തി പ്രാപിച്ച ഷിയോ സംഘടനകളിലും ഇറാഖ് രാഷ്ട്രീയത്തിലും ഭരണത്തിലും ഇറാനും നിർണായക സ്വാധീനമാണുള്ളത്. പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനി അധികാരത്തിലെത്തിയത് ഇറാൻ അനുകൂല ഷിയ സംഘടനകളുടെ പിന്തുണയോടുകൂടിയാണ്. എന്നാൽ രാജ്യത്തിനകത്ത് നടത്തിയ ആക്രമണം മൂലം ഇറാൻ വിരുദ്ധ നിലപാട് എടുക്കാൻ സർക്കാർ നിർബന്ധിതമായിരുന്നു. വ്യോമാതിർത്തി ലംഘിച്ച ഇറാൻ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി. ജെയ്ഷെ അൽ അദൽ എന്ന ഭീകര സംഘടനയുടെ ബലൂച്ച് പശ്ചങ്കറിലെ 2 താവളങ്ങളും തകർത്തുമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയത്. വ്യോമാക്രമണത്തിൽ പിന്നാലെ ഇറാൻ അംബാസിഡറെ പുറത്താക്കി പാകിസ്ഥാൻ. ടെഹ്റാനിൽ നിന്ന് നയതന്ത്ര പ്രതിനിധിയെ തിരിച്ചു വിളിക്കുകയും ചെയ്തു. നടക്കാനിരിക്കുന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ ഉന്നതതല ഇറാൻ സന്ദർശനവും പാകിസ്ഥാൻ റദ്ദാക്കി. ചൊവ്വാഴ്ച ബലൂചിസ്ഥാനിൽ ഇറാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ പിന്നാലെയാണ് പാക് സർക്കാരിന്റെ ഈ നടപടി. ഇറാനിലെ പാക് അംബാസിഡറെ തിരിച്ചു വിളിക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ ഇറാൻ സന്ദർശിക്കുന്ന പാകിസ്ഥാനിലെ ഇറാൻ അംബാസിഡർ തൽക്കാലം മടങ്ങിയെത്തുന്നില്ല എന്നും പാകിസ്ഥാൻ വിദേശകാര്യ വക്താവ് അറിയിച്ചു. ഇറാനുമായി അതിർത്തി പങ്കിടുന്ന ബലൂചിസ്ഥാനിന്റെ തെക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയിലെ ഒരു ഗ്രാമത്തിലാണ് ഇറാൻ ചൊവ്വാഴ്ച ആക്രമണം നടത്തിയത്. വ്യോമാക്രമണത്തിൽ 2 കുട്ടികൾ കൊല്ലപ്പെട്ടിരുന്നു. 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തീവ്രവാദ സംഘടനയായ ജെയ്ഷ് അൽ ആദിലിനെ ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയത് എന്നായിരുന്നു ഇറാന്റെ വിശദീകരണം. എന്നാൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് പാകിസ്ഥാൻ പറഞ്ഞു. 2 നിരപരാധികളായ കുട്ടികളുടെ മരണത്തിലും 3 പെൺകുട്ടികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ആക്രമണത്തിന് പിന്നാലെ പ്രകോപനമില്ലാതെ വ്യോമാതിർത്തി ലംഘിച്ച് ഇറാൻ നടത്തിയ ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നതായും പാകിസ്ഥാൻ വക്താവ് വ്യക്തമാക്കി.